നമസ്കാരം, ഹലോ എന്റെ യാത്രാപ്രേമികളായ കൂട്ടുകാരെ, വെൽക്കം ടു കേരള ടു കോസ്മോസ്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി വാൽകി. ഇന്ന് നമ്മൾ ബെൽജിയത്തിന്റെ ബാക്കി കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ബെൽജിയം വാക്കിംഗ് ടൂറിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ബ്രസൽസിന്റെ മെയിൻ സ്ക്വയർ ആയ ഗ്രാൻഡ് പ്ലേസ് അഥവാ ഗ്രോട്ട് മാർക്കറ്റിൽ വെച്ചാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രസൽസിലെ രസകരമായ ഒരു ലാൻഡ് മാർക്കിലേക്കാണ്. അതാണ് മാനക്കൻ പീസ്. ഇതൊരു ഡച്ച് വേർഡാണ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ലിറ്റിൽ പിസ്സിംഗ് മാൻ എന്നാണ്. ഇതിന്റെ കഥ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം കേട്ടോ. ബ്രസൽസിന്റെ ഐക്കോണിക് ആയ വളരെ ചെറിയൊരു ലാൻഡ്മാർക്കാണ് മാനക്കൻ പീസ്. അങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ട്രീറ്റ് ആണിത്. ബെൽജിയം ഫുഡ് ലവേഴ്സിന്റെ ഒരു പാരഡൈസ് ആണ്. ഇവിടുത്തെ ഫേമസ് ഫുഡ് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ബെൽജിയം ഫ്രൈസ്, വാഫിൾസ്, ചോക്ലേറ്റ്, ബീർ എന്നിവയാണ്. ഈ ബെൽജിയം ഫ്രൈസിന് ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറീസ് ഉണ്ട്. ഫ്രൈസ് ഫസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ബെൽജിയംകാരാണെന്നുള്ളതാണ് ഒരു സ്റ്റോറി. കഥ നടക്കുന്നത് 1680 ബെൽജിയത്തിലെ മ്യൂസ് വാലിയിൽ വെച്ചാണ്. പണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് സാംബ്രെ, മ്യൂസ് എന്നീ നദികളിൽ നിന്ന് പിടിക്കുന്ന ഫിഷ് ആയിരുന്നു. കഠിനമായ ഒരു വിന്റർ വന്നപ്പോൾ ഈ പുഴകൾ ഫ്രീസായി പോയി. അങ്ങനെ അവർ മീൻ പിടിക്കാൻ പറ്റാതായി. അപ്പൊ മീനിന് പകരമായി അവർ പൊട്ടറ്റോ തിന്നായി കട്ട് ചെയ്ത് ആനിമൽ ഫാറ്റിൽ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് ഇവിടെ പോപ്പുലറായി. പിന്നെ അത് ബെൽജിയം ഫ്രൈസ് ആയി മാറി. വേറെ കഥ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈസിനെ ചൊല്ലി ബെൽജിയവും ഫ്രാൻസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മത്സരത്തെ കുറിച്ചാണ്. ഈ ഫിഷ് ടു ഫ്രൈസ് കഥ ഫ്രഞ്ചുകാർ അത് അവരുടെയാണെന്ന് പറയുന്നു, ബെൽജിയംകാരാണെങ്കിൽ അത് അവരുടെയാണെന്ന് പറയുന്നു. ഇതിന്റെ പേരിലേക്ക് പോലും അവരുടെ തർക്കം നീളുന്നുണ്ട്. ബെൽജിയംകാർ ഇതിനെ ഫ്രിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് എന്നത് തെറ്റായ പേരായി അവർ കണക്കാക്കുന്നു. ബെൽജിയം ഫ്രൈസ് ഇവരുടെ നാഷണൽ ട്രഷർ പോലെയാണ്. ഈ ഫ്രൈസ് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ളതല്ല, ഇത് ഡബിൾ ഫ്രൈഡ് ആണ്. എന്ന് വെച്ചാൽ ഇവരിത് ആദ്യം ലോ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യും, പിന്നെ ക്രിസ്പി ഗോൾഡൻ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി ഹൈ ടെമ്പറേച്ചറിൽ വീണ്ടും കുക്ക് ചെയ്യും. സാധാരണ നമ്മുടെ കേരളത്തിൽ കപ്പലണ്ടി പേപ്പറിൽ പൊതിഞ്ഞു കിട്ടില്ലേ, അതുപോലെ പേപ്പർ കോണിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. വെറൈറ്റി ഡിപ്പിംഗ് സോസുകളും നമുക്ക് സെലക്ട് ചെയ്യാം. മയണൈസ് ആണ് പോപ്പുലർ ചോയ്സ് എങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആൻഡ്ലൂസ് സോസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മധുരവും പുളിപ്പും കലർന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിന്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് കുറച്ച് സ്പൈസി ആയ പിലിപ്പിലി സോസ് ആണ്. ഇതും നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ മാനക്കൻ പീസ് എത്തി. ഒരു കോർണറിലായതുകൊണ്ട് കണ്ണിൽ പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ബ്രസൽസിൽ പോകുമ്പോൾ ഇത് മിസ്സാവാതെ നോക്കണേ. ഞങ്ങൾക്കൊന്നും മിസ്സായേനെ, ഞങ്ങൾ പെട്ടെന്ന് ഇത് കണ്ടില്ലായിരുന്നു. ഈ ചെറിയൊരു സ്ട്രക്ചറിനെയാണ് മാനക്കൻ പിസ് എന്നറിയപ്പെടുന്നത്. 15-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഈ ഫൗണ്ടൻ ഒരു പബ്ലിക് വാട്ടർ സോഴ്സ് ആയിരുന്നു. ഈ ബ്രോൺസ് സ്റ്റാച്യു 1619 ജെറോം ഡ്യൂക്സ്നോയ് ദ എൽഡർ എന്ന ആളാണ് ഡിസൈൻ ചെയ്തത്. ത്രൂ ഔട്ട് ഇറ്റ്സ് ഹിസ്റ്ററി ഈ പ്രതിമ കുറെ വട്ടം മോഷണം പോയിട്ടുണ്ട്, ഡാമേജും ആക്കിയിട്ടുണ്ട്. എന്നിട്ട് 1900
1965 ഒറിജിനൽ സ്റ്റാച്യു ബ്രസൽസ് സിറ്റി മ്യൂസിയത്തിൽ സേഫ് ആയി എടുത്തു വെച്ചു. ഇതിന്റെ റെപ്ലിക്ക ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഈ ചെറിയ ചെക്കന്റെ പ്രതിമ വരെ മോഷ്ടിക്കാൻ എന്തോരം ആൾക്കാരായിരുന്നു അല്ലെ പണ്ട്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 55.5 സെന്റിമീറ്റർ ആണ്. സ്പെഷ്യൽ ഒക്കേഷനുകളിൽ ഇവന് ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നഗ്നനല്ല. ഇവന് 1000-ഓളം ഔട്ട്ഫിറ്റ് ഉണ്ട്. ഈ മനക്കൻ പീസിന് കുറെ കഥകളുണ്ട്. അതിലൊരു സ്റ്റോറി എന്ന് പറയുന്നത് ഇവൻ ബ്രസൽസിനെ ഒരു ഡിസാസ്റ്ററിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളതാണ്. ഒരു ഉപരോധ സമയത്ത് സിറ്റി വാൾസ് തകർക്കാൻ എനിമീസ് ഫ്യൂസ് കത്തിക്കാൻ പോവായിരുന്നു. അപ്പൊ ജൂലിയൻസ്കി എന്ന പയ്യൻ ആ ബേണിംഗ് ഫ്യൂസിലേക്ക് മൂത്രമൊഴിച്ച് കെടുത്തി ബ്രസൽസിനെ രക്ഷിച്ചു എന്നുള്ളതാണ് കഥ. വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. എല്ലാം പറയാൻ നിന്നാൽ സമയം ഉണ്ടായില്ല. നിങ്ങൾ ഇത് ഗൂഗിൾ ചെയ്താൽ ഇഷ്ടം പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് കിട്ടും. യൂറോപ്പിൽ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് നമുക്ക് കുറെ പൂക്കൾ കാണാൻ പറ്റും. ഇവിടെ സ്പ്രിംഗ് വരുന്നത് മാർച്ച് തൊട്ട് മെയ് വരെയാണ്. ഇവിടുത്തെ പൂക്കളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ചെറി ബ്ലോസവും ടുലിപ്സും ഡാഫോഡിൽസും ഒക്കെയാണ്. ടുലിപ്സിന്റെ ഫേമസ് പ്ലേസ് നെതർലാൻഡ്സ് ആണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും വരാൻ പോകുന്നത്. ബെൽജിയത്തിന്റെ പൂക്കൾ പൂക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഹല്ലർബോസ് ആണ്. അതൊരു കാടാണ്. ആ കാടിൽ നിറച്ചും വലിയ വലിയ മരങ്ങൾ. അവയുടെ താഴെ ആണെങ്കിലോ നല്ല
നല്ല ബ്ലൂ കളറിൽ കാർപ്പറ്റ് വിരിച്ച പോലെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നു. നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. സ്പ്രിംഗ് സീസണിൽ പകൽ സമയങ്ങൾ മൈൽഡ് ആയിട്ടുള്ള തണുപ്പും രാത്രിയിൽ കുറച്ചുകൂടെ കൂടുതൽ തണുപ്പും ആയിരിക്കും. ഇടയ്ക്ക് മഴയും പെയ്യും. സ്പ്രിംഗ് സീസൺ യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സമയമാണ്. നല്ല വെതർ ആയിരിക്കും. അങ്ങനെ നടന്ന് സ്ട്രീറ്റിന്റെ പുറത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയ എത്തി നമ്മൾ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടക്കുന്നത് ബ്രസൽസ് കനാലിന്റെ സൈഡിലേക്കാണ്.
സമയം എന്തായെന്നറിയോ? രാത്രി 9 മണി ആവാറായി. ഇപ്പോഴാണ് ഒന്ന് ഇരുട്ടാവാൻ തുടങ്ങിയത്. വിന്ററിലാണ് വന്നിരുന്നെങ്കിൽ നേരെ തിരിച്ചായേനെ, പെട്ടെന്ന് തന്നെ രാത്രി ആയേനെ. ഇതും കൂടെ കാരണമാണ് ഞാൻ നേരത്തെ സ്പ്രിംഗ് സീസൺ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞത്. കുറെ ഡേ ടൈം നമുക്ക് കിട്ടും. രാവിലെ ആയിരുന്നെങ്കിൽ ഈ കനാലിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായേനെ. (16.2 കിലോമീറ്റർ നീളമുള്ള കനാലാണ് ഇത്. താഴ്ച വരുന്നത് 4.5 മീറ്ററും. ഇതിന്റെ വാളിലൊക്കെ പടങ്ങൾ വരച്ചു വെച്ചേക്കുന്നത് നോക്കിയേ, എന്ത് രസമാലേ കാണാൻ. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലെ. അത് വേറെ ഒന്നുമല്ല, ഒരു സോൾജർ കയ്യിൽ നിന്നും ഒരു പ്രാവിനെ പറത്തിവിടുന്ന ഒരു സ്ട്രക്ചറാണ്. അതാണ് മൊണ്യൂമെന്റ് ടു ദ സോൾജർ പീജിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് മൂവിയില്ലേ, അതിൽ പ്രാവിന്റെ കയ്യിൽ മെസ്സേജ് കൊടുത്തു വിടില്ലേ, അതുപോലെ ഇവരും വേൾഡ് വാർ 1 സമയത്ത് പ്രാവിന്റെ കയ്യിലാണ് മെസ്സേജ് കൊടുത്തുവിട്ടിരുന്നത്. അപ്പൊ ആ പ്രാവുകൾക്ക് ആദരവായി 1931 പണിഞ്ഞ സ്റ്റാച്ചു ആണിത്. അവിടെ നിന്നും ഈ ഫൗണ്ടന്റെ സൈഡിലൂടെ നടന്നാൽ നമ്മൾ എത്തുന്നത് ഒരു ചർച്ചിന്റെ മുന്നിലാണ്.
അപ്പൊ ഈ രണ്ട് സൈഡിലും കാണുന്ന പച്ച ലൈറ്റുള്ള സ്ഥലം എന്താണെന്ന് വെച്ചാൽ താഴെ മെട്രോ പോകുന്നുണ്ട്. അപ്പൊ ആ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ചർച്ചിന്റെ പേരാണ് സെന്റ് കാതറിൻസ് ചർച്ച്. ഇതൊരു റോമൻ കാത്തലിക് പാരിഷ് ചർച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് ചർച്ചുണ്ട് സെന്റ് കാതറിന്. അതിൽ ആദ്യത്തെ പള്ളി 15-ാം നൂറ്റാണ്ടിലെയാണ്. അടുത്ത ചർച്ച് പണി കഴിപ്പിച്ചത് 1854-ലും 1874-ലും ഇടയിലാണ്. ഇപ്പോ ഈ ചർച്ച് കോംപ്ലക്സിൽ പുതിയ പള്ളിയും പഴയ പള്ളിയുടെ ബെൽ ടവറുമാണുള്ളത്. ഈ മരങ്ങൾക്കിടയിലൂടെ കാണുന്നതാണ് ബെൽ ടവർ. ഇവിടെ ചെറിയ മാർക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്ന് ബ്രസൽസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എത്തി. കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സൈക്കിൾസ് നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക്സ് നടക്കുന്നുണ്ട്. അതാണ് ഈ ബാരിക്കേഡ് പോലത്തെ സാധനങ്ങൾ കാണുന്നത്. ഈ സൈഡിൽ ആരോ എന്തോ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. നമുക്കത് പോയി കണ്ടാലോ. It's the party groove, it's the groove of the party. Party girls put your weed, come see the boy on you. To be like prime, almost wet, can't drink Bacardi, cause it's all the same, there is no shame. I'ma sit back, relax, grab a girl and kick game. And Drake can't be fit, yes, sir. I cool holy head, don't beef and no gift. It's gangster images, so can't get with, then I don't understand. Understand what? They're ignorant. I said they're ignorant. And now it's time to prove I make the maximum de bruit pour Mam You. Routine. You wanna see AG get? You wanna see AG get? You wanna see AG get? I get. You wanna see AG get? B-Boy Paris. AG get. You wanna see AG get? I get. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഒരു ചോക്ലേറ്റ് കടയിൽ കയറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബെൽജിയം ചോക്ലേറ്റ്സ് ഭയങ്കര ഫേമസ് ആണെന്ന്. 17-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് കോളനിക്കാര് കൊക്കോ ബീൻസ് കൊണ്ടുവന്നത് തൊട്ടാണ് ബെൽജിയം ചോക്ലേറ്റിന്റെ കഥ തുടങ്ങുന്നത്. ആദ്യം ചോക്ലേറ്റ്സ് ലക്ഷറി സാധനമായിരുന്നു. കാശുള്ളവരും പ്രഭുക്കന്മാരൊക്കെ ആയിരുന്നു ഇത് കഴിച്ചിരുന്നത്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ സ്വിസ് ചോക്ലേറ്റിയറായ ജീൻ നെഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാൾ ബ്രസൽസിൽ വന്ന് ചോക്ലേറ്റ്സ് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1912-ൽ ഇവരുടെ ഐക്കോണിക് ബെൽജിയൻ പ്രാലൈൻ ഉണ്ടായി. ഇവർ ബെൽജിയം ചോക്ലേറ്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ്. പ്യുവർ കൊക്കോ ബട്ടറും ഫ്രഷ് ക്രീമും ലോക്കൽ ആയിട്ടുള്ള നട്ട്സും ഫ്രൂട്ട്സുമാണ് ഇവർ യൂസ് ചെയ്യുന്നത്.
അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്രസൽസിന്റെ സ്ക്വയർ ആയ ഗ്രാൻഡ് പ്ലേസിന്റെ ഭംഗി കാണാൻ വന്നേക്കാണ്. എന്ത് രസാലേ ഈ ഗോൾഡൻ കളറിൽ കുളിച്ചു നിൽക്കുന്ന സ്ക്വയർ കാണാൻ. നല്ല വൈബാണ് ഇതിലൂടെ നടക്കാനും ഇരിക്കാനും ഒക്കെ. ഈ സ്ക്വയറിന്റെ പകൽ കാഴ്ച എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്കായി മുകളിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് എത്തിയേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രീറ്റ് പെർഫോമൻസിനെ കാണിച്ചിരുന്നില്ലേ, ആ സ്ഥലത്താണ്. ഇവിടെ ഈ കാണുന്നതാണ് ദ റോയൽ ഗാലറീസ് ഓഫ് സെയിന്റ് ക്യൂബർട്ട്. ബ്രസൽസ് സെൻട്രലിലെ 3 ഷോപ്പിംഗ് ആർക്കേഡുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് ആണിത്. 1846നും 47നും ഇടയ്ക്കാണ് ഇത് പണിഞ്ഞത്. എത്ര പഴയ ഷോപ്പിംഗ് മോൾ ആണല്ലേ. യൂറോപ്പിലുള്ള വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഷോപ്പിംഗ് ആർക്കേഡ് ആണിത്. 19th സെഞ്ചുറിയിലെ ഇറ്റാലിയൻ പാരിസുകളിൽ നിന്ന് ഇൻസ്പയർ ആയി ഉണ്ടാക്കിയ യുണീക് ആർക്കിടെക്ചറൽ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് ആണ് ഇത്. ഈ ബിൽഡിംഗ് കോംപ്ലക്സിലുള്ള 3 സെക്ഷൻസ് ആണ് കിങ്സ് ഗാലറി, ക്യൂൻസ് ഗാലറി ആൻഡ് പ്രിൻസസ് ഗാലറി. ഇതിന്റെ റൂഫ് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വിത്ത് എ മെറ്റൽ ഫ്രെയിം. ഇത് നാച്ചുറൽ ലൈറ്റ് ഉള്ളിലേക്ക് കടക്കാൻ സഹായിക്കുന്നു. ഇവിടെ ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഹൈ എൻഡ് ഷോപ്സും കഫേ, റെസ്റ്റോറന്റ്, കൾച്ചറൽ വെന്യൂസ് എല്ലാം ഉണ്ട് ഇവിടെ. ഈ റോയൽ ഗാലറി ബ്രസൽസിലെ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്.
കട എന്തിന്റെയാണെന്ന് ആ ഇലയുടെ പടം കണ്ടിട്ട് മനസ്സിലായില്ലേ? അതന്നെ കഞ്ചാവ് കട. ഇവിടെ ഇങ്ങനത്തെ ധാരാളം കടകളുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്